ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനൽ പ്ലീസ് ബി മൈ ഫാമിലിയുടെ 23-ാമത്തെയും 24-ാമത്തെ എപ്പിസോഡ് ഒരുമിച്ചാണ് കാണാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ നമ്മുടെ യു വരുന്ന സമയത്ത് തന്നെ ടിയാൻ ഓൾറെഡി ആ ഓഫീസിൽ ഇരിപ്പുണ്ട്. വന്ന് കയറിയുണ്ട് യു ഭയങ്കര ദേഷ്യത്തിലാട്ടോ. യു വന്ന് നമ്മുടെ ടിയാൻ്റെ അടുത്ത് പറയും, നീ ഓൾറെഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിയാൻ ഓൾറെഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KL എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്, അവരുമായിട്ട് നമ്മുടെ മാവേലിയും കമ്പനിക്ക് ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു ഫസ്റ്റ് പറഞ്ഞ പോലെ. അപ്പോൾ ആ ഒരു ടൈപ്പിൻ്റെ ബേസിസിലാണ് ടിയാൻ ഇപ്പോൾ ഈ ഒരു കമ്പനിയിൽ മാർക്കറ്റിംഗ് ഡയറക്ടറായിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ടിയാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും KL കമ്പനിക്ക് പറഞ്ഞു വിടുണ്ടായി. ഈ കാര്യം നമ്മുടെ യു അറിഞ്ഞ്. അപ്പോൾ ആ യു അറിഞ്ഞിട്ടാണ് യു ഇത്രയും ദേഷ്യപ്പെടുന്നത്. എന്നിട്ട് പറയുകയാണ്, നീ മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നെങ്കിൽ ജോലി ചെയ്യേ, അല്ലെങ്കിൽ ഇതൊന്നുമല്ല ഇവിടെ നടക്കുന്ന പറയുന്ന സമയത്ത് ടിയാൻ പറയും, ഓക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ടിയാൻ അവിടെ നിന്ന് പോവാണ്. മാത്രമല്ല അന്നാണ് മറ്റേ റിയാലിറ്റി ഷോയുടെ ലാസ്റ്റ് ഡേ ഷൂട്ടിങ്ങും. അപ്പോൾ ജിൻഷി ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തേക്കുക, ഇന്ന് എന്തുമായാലും ലാസ്റ്റ് ഡേ അല്ലേ, ഷൂട്ടിങ്ങിൻ്റെ ലാസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ട് യുവിൻ്റെ കൂടെ ഇച്ചിരി സംസാരിച്ചിട്ട് ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അതേസമയം തന്നെ നമ്മുടെ സോങ്ങും നമ്മുടെ സിലിയും അതുപോലെ ടീച്ചറും കൂടി ആ ഷൂട്ടിംഗ് കാണാനായിട്ട് ലാസ്റ്റ് ഡേ ഇല്ല, അതുകൊണ്ട് അവർ 3 പേരും കൂടി വന്നിട്ടുണ്ട്. ഈ സമയം കാണിക്കുകയാണ് ജിൻഷിയും യുവും കൂടി സംസാരിക്കുന്ന സമയത്ത് ജിൻഷി പറയാം, എനിക്കറിയാം നിനക്ക് സിലിയെ ഇപ്പോൾ ഇഷ്ടമാണ്, നിങ്ങൾ കല്യാണം കഴിച്ചതെല്ലാം എനിക്കറിയാം, പക്ഷെ നിൻ്റെ മനസ്സിൽ ഏതോ ഒരു സ്ഥലത്ത് എന്നോടും ഒരു ഫീലിങ്സ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ യു വന്ന് അത് നിരസിക്കുവാണ്, ഇല്ലെന്നൊക്കെ പറയണം. ഇതെല്ലാം തന്ന് നമ്മുടെ സിലി ആ വാതിലിൻ്റെ അവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ പറയാണ്, എനിക്കറിയാം നിനക്ക് ഇപ്പോഴും എന്നോട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന സമയത്ത് യു ഒരുമാതിരി ദേഷ്യപ്പെട്ടിട്ട് പറയാണ്, നീ ഒരു കാര്യം റിയാലിറ്റിക്ക് വാ, നീ ഒരു സ്വപ്ന ലോകത്ത് ജീവിക്കാതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കല്യാണം കഴിച്ച് ഞാൻ ഒരു ഫാമിലിയായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുവാണ്, നീ എന്താ അത് മനസ്സിലാക്കാത്തതെന്നൊക്കെ പറയുമ്പോൾ ലാസ്റ്റ് ഒരുവിധം നമ്മുടെ എന്താ പറയുന്നത് ജിൻഷിയും കൺവിൻസ്ഡ് ആവുന്നുണ്ട്. സിലിക്കാണെങ്കിൽ നമ്മുടെ യു വന്ന് ഇവളെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ കേട്ടിട്ട് അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവൾ വരുന്നത്. ഇതെല്ലാം വന്ന് സോങ്ങിൻ്റെ അടുത്തും അതുപോലെ തന്നെ ടീച്ചറുടെ അടുത്തും ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ന്യൂസ് റിപ്പോർട്ടേഴ്സ് എല്ലാം വന്ന് ഇവർ ചോദ്യം ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിലിയെ കണ്ടിട്ട് യു പരിചയപ്പെടുത്തി കൊടുക്കും, ഇതെൻ്റെ വൈഫാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുവാണ്. ആ സമയത്ത് സിലി വന്ന് ഓൾറെഡി നമ്മുടെ ജിൻഷി ഒരു ജ്വല്ലറി ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു കാണുമല്ലോ, അപ്പോൾ ആ ഒരു ജ്വല്ലറി ഉണ്ടാക്കിയ നല്ലൊരു ഫ്ലവർ മോഡൽ ഉണ്ടാക്കിയത് അവൾക്ക് ഗിഫ്റ്റ് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് കാണിക്കണം യുവും സിലിയും വീട്ടിൽ വന്നതിന് ശേഷം സിലിയും യുവും തമ്മിൽ പറയുവാണ്, ജിൻഷിയുടെ കാര്യം ഓക്കെ ആയി, യു പറയണം അവൾ എല്ലാ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അവളെ ആക്സെപ്റ്റ് ചെയ്യുക ചെയ്തു, പ്രശ്നമൊന്നുമില്ല, പിന്നെ അവൾ മെഡിസിൻ എടുക്കാമെന്നും പറഞ്ഞു, ഡോക്ടറെ കണ്ട് കറക്റ്റ് മെഡിസിൻ എടുക്കാമെന്നും പറഞ്ഞു, അവളുടെ കാര്യം ഓക്കെ ആയി, കുഴപ്പമൊന്നും ഇനി കാണത്തില്ല, നമ്മുടെ ലൈഫിൽ അവളുടെ പ്രശ്നം കാണത്തില്ലെന്ന് പറയാം. അപ്പോൾ സിലി പറയാം, അവളെ നമുക്ക് വീട്ടിലേക്ക് എന്താ പറയുന്നത് ഒരു ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്താലോ എന്ന് പറയുന്നത് കേട്ടിട്ട് അവർ ഇൻവൈറ്റ് ചെയ്യണം. അങ്ങനെ ഇരിക്കുന്നതിൻ്റെ പുറത്ത് നമ്മുടെ ജിൻഷി അങ്ങോട്ട് വരുവാണ്. ജിൻഷി അങ്ങോട്ട് വരുന്ന സമയത്ത് ഇവർ ഇതാണോ പറഞ്ഞ ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിച്ചെറുക്കനും കുഞ്ഞിപ്പെണ്ണൊക്കെ ഹാപ്പി ആവാണ്. ജിൻഷി അകത്തോട് കയറി വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിലിയാണ് വന്ന് അവൾക്ക് എന്താ പറയുന്നത് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുക്കുക. ആ ടൈമിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിയാണ് കേട്ടോ അന്നത്തെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. ആ സമയത്ത് വെള്ളമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രാൻഡ് വന്നിട്ട് പറയാം, അടുക്കളയിൽ എന്തോ കരിയുന്ന സ്മെല്ല് കേൾക്കുന്നതെന്ന്. അപ്പോൾ സിലി അങ്ങോട്ട് ഓടിപ്പോവാ കേട്ടോ. അപ്പോൾ ഗ്രാൻഡ് പറയാം, എടാ അവൾക്ക് കുക്ക് ചെയ്യാനൊന്നും ചോദിക്കാൻ അറിയത്തില്ല, നീ ഒന്ന് പോയി ഹെൽപ്പ് ചെയ്യാൻ പറയണം. അപ്പോൾ നമ്മുടെ യുവും ചെന്ന് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ നമ്മുടെ ജിൻഷി ആലോചിക്കണം, ഓൾറെഡി ഇവർ റിലേഷനുള്ള സമയത്തും ജിൻഷിക്കും വലിയ കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും അറിയത്തില്ല. അപ്പോൾ അവൾ കുക്ക് ചെയ്യുന്നൊന്നും ശരിയായില്ലെങ്കിൽ നമ്മുടെ യു അവളെ സഹായിക്കാനൊന്നും പോകത്തില്ല, പകരം വെച്ച് കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ട് പറയും നമുക്കെന്നാൽ പുറത്തുനിന്ന് കഴിക്കാൻ കുഴപ്പമില്ല അങ്ങനെ പറയുന്നത്. അപ്പോൾ ജിൻഷിക്ക് മനസ്സിലാവണം ശരിക്കും പറഞ്ഞാൽ യുവിന് വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹമാണ് സിലിയുടെ അടുത്തുള്ളത്. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സത്യം പറഞ്ഞാൽ ജിൻഷി റിലേഷനുള്ള സമയത്ത് പോലും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ സിലിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിൻഷി വന്ന് നമ്മുടെ സിലി അടുത്ത് പറയും, ഇത്രയും ദിവസം ഞാൻ തന്ന എല്ലാ പ്രോബ്ലത്തിനും സോറി എന്നെല്ലാം പറഞ്ഞിട്ട് അവൾ അവിടെ എന്താ പറയുന്നത് റിയാലിറ്റി എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ജിൻഷി അവിടെ നിന്ന് പോവാണ്. മാത്രമല്ല നമ്മുടെ എന്താ പറയുന്നത് സെക്കൻഡ് ഹീറോയുടെ ഒരു വിവരവും ഇല്ലല്ലോ ടീച്ചർക്ക്. അപ്പോൾ ടീച്ചർക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യ. സത്യം പറഞ്ഞാൽ ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടമാണ് സെക്കൻഡ് ഹീറോനെ, പക്ഷെ അന്ന് ആ ഒരു സംഭവത്തിൽ അങ്ങനെ ഉണ്ടായതുകൊണ്ടല്ലേ അവൾ റിജക്റ്റ് ചെയ്തത്. അപ്പോൾ അന്ന് ഇതെല്ലാം പറഞ്ഞ് സോങ്ങിൻ്റെ അടുത്ത് പരാതി പറയുമ്പോൾ സോങ് പറയുകയാണ്, ഞാൻ ഒരു ഐഡിയ തരാം, നീ അതുപോലെ ചെയ്യാൻ പറയാണ്. വേറെ ഒന്നുമല്ല, ഞാൻ ഇപ്പോൾ സോങ്ങിൻ്റെ വീട്ടിലല്ലേ നമ്മുടെ ടീച്ചറുള്ളത്. അപ്പോൾ സോങ് പറയാണ്, ഞാൻ അവനെ വിളിച്ചിട്ട് പറയാം, നീ ഇവിടെ കുടിച്ച് ബോധമില്ലാതെ ഛർദ്ദിച്ച് കിടക്കുവാണ്, വയ്യാന്നൊക്കെ പറയാം, അപ്പോൾ എന്തുവരാം അവൻ ഓടി വരാതിരിക്കത്തില്ലെന്നും. അപ്പോൾ ടീച്ചർ പിന്നെയും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ശരിയാവുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് സോങ് പറയും, ഞാൻ വിളിച്ച് പറഞ്ഞോളാം, നീ വെയിറ്റ് ചെയ്യാൻ പറയണം. എന്നിട്ട് നമ്മുടെ സെക്കൻഡ് ഹീറോനെ വിളിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യുവിൻ്റെ പ്ലാൻ പ്രകാരമാണ് സെക്കൻഡ് ഹീറോ നമ്മൾ എന്താ പറയുന്നത് ടീച്ചറെ റിജക്റ്റ് ചെയ്ത പോലെ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും സെക്കൻഡ് ഹീറോയ്ക്ക് അവളെ ഇഷ്ടമാണ്, പക്ഷേ യു പറഞ്ഞാണ് നമ്മളിപ്പോഴും പിന്നാലെ പോകുന്നതുകൊണ്ടല്ലേ ഈ പെൺപിള്ളേർ നമ്മൾ പറഞ്ഞത് മനസ്സിലാക്കാതെ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഇച്ചിരി ദിവസം ഒന്ന് മാറി നടന്നു നോക്കണം, അപ്പോൾ അവർ നമ്മുടെ പിന്നാലെ വരുന്നതൊക്കെ യു ആണ് ഐഡിയ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ ടീച്ചറെ ശല്യപ്പെടുത്താതെ മാറി മാറി നിൽക്കുന്നവൻ. അപ്പോൾ സോങ് വിളിച്ചിങ്ങനെ പറയുമ്പോൾ അവൻ ടെൻഷനായി കയറി വരിക. ഇതേ സമയത്ത് നമ്മൾ എന്താ പറയുന്നത് സെക്കൻഡ് ഹീറോ വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ സോങ് ആണെങ്കിൽ ബ്ലഷൊക്കെ ആക്കി കൊടുക്കും കേട്ടോ, ഈ കവളത്തൊക്കെ എന്ന് വെച്ചാൽ കരഞ്ഞ പോലെ കാണില്ല, മോക്ക് ചുമന്നിരിക്കണ്ടേ, അതിനൊക്കെ മേക്കപ്പ് കിട്ടുകൊണ്ടിരിക്കുക. അത് സെക്കൻഡ് ഹീറോ വരുന്ന സമയത്ത് പെട്ടെന്ന് മാറ്റി വെച്ചിട്ട് അവൾ ചെന്നിട്ട് പറയുകയാണ്, ഇവള് കണ്ട കുടിച്ചിട്ട് ഛർദ്ദിച്ചെല്ലാം വെച്ചേക്കെന്ന് പറഞ്ഞിട്ട് നിൽക്കുക. ആ സമയത്ത് സെക്കൻഡ് ഹീറോ വരുമ്പോൾ സെക്കൻഡ് ഹീറോയ്ക്ക് മനസ്സിലാവും അവിടെ ബ്രഷും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഏകദേശം കത്തിയിട്ട് സെക്കൻഡ് ഹീറോ പോകാൻ നിൽക്കുവാണ്.
ആ സമയത്ത് നമ്മുടെ സൊങ്ങ് പറയണം അതൊന്നും പറ്റത്തില്ല, ഇവള് ഛർദ്ദിച്ച് എൻ്റെ വീടൊക്കെ കുളമാക്കി, മര്യാദയ്ക്ക് ഇവിടെ എടുത്തോണ്ട് പോകണമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ സെക്കൻഡ് ഹീറോയുടെ കയ്യിൽ നമ്മുടെ ടീച്ചർ ഒപ്പിക്കുകയാണ്. എന്നിട്ട് ടീച്ചർ എന്നിട്ട് അഭിനയം നിർത്തുന്നില്ല കേട്ടോ. അവളാണെങ്കിൽ കുടിച്ച് അവൾക്ക് നടക്കാൻ പറ്റാത്തവരെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സെക്കൻഡ് ഹീറോ തന്നെ അവൾ വീട്ടിൽ വന്ന് കൊണ്ടുവന്നാക്കുവാണ്. എന്നിട്ട് സെക്കൻഡ് ഹീറോ പറയാണ് നീ വലിയ അഭിനയമൊന്നും അഭിനയിക്കേണ്ട, നീ കുടിച്ചിട്ടില്ലെന്നൊക്കെ എനിക്ക് നല്ല വൃത്തിയായിട്ട് മനസ്സിലായെന്ന് പറയണം. അപ്പോൾ എന്നിട്ട് ഇവൻ പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുന്ന ടീച്ചർ വിടത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ പോകാൻ നിൽക്കുന്ന സമയത്ത് വലിച്ച് അവനെ റൂമിനകത്താക്കി വാതിലടയ്ക്കുവാണ് അവൾ. എന്നിട്ട് അവനെ പിടിച്ചിരുത്തിയിട്ട് അവൾ ഇന്നാളൊരു സൂപ്പ് പോലത്തെ ഒരു പോറിച്ച് എന്ന് പറയുന്നൊരു അവിടുത്തെ ഒരു ഫുഡുണ്ട് അതുണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് അവൻ പറയുകയാണ് എനിക്കിത് വരുന്നില്ല, എനിക്ക് ബീൻസിൻ്റെ സൂപ്പ് വേണമെന്ന് പറയണം. അപ്പോൾ അവൾ ചോദിക്കുന്നത് നിനക്ക് ആരാ ഈ ബീൻസിൻ്റെ സൂപ്പ് ഉണ്ടാക്കി തന്നേന്ന് പറയും. അപ്പോൾ അവൻ പറയും നീയുമായിട്ട് ബ്രേക്കപ്പ് ആയില്ലേ, അതിനുശേഷം ഞാൻ ഏതെങ്കിലും പെൺപിള്ളേരെ കൂടെ പോയി കാണും, അവരാരെങ്കിലും ഉണ്ടാക്കി തന്നെയായിരിക്കുന്നു. അപ്പോൾ ടീച്ചർക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. ടീച്ചർ പറയണം മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കോണം എൻ്റെ വീട്ടിൽ നിന്ന്, വേറെ വല്ല പെൺപിള്ളേരെ പിന്നാലെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവനെ തലോണം വെച്ച് അടിച്ചു ഓടിക്കുവാണ്. അപ്പോൾ അവനും ദേഷ്യം വന്നാൽ പറയും ഞാനും പോകാമെന്ന് പറഞ്ഞിട്ട് അവനങ്ങ് ഇറങ്ങി പോവാ. പക്ഷെ നമ്മുടെ സെക്കൻഡ് ഹീറോ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ടീച്ചർക്ക് അങ്ങ് ഭയങ്കരമായിട്ട് സങ്കടമാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ആ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞാണെങ്കിൽ അവനെ അവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് അവൾക്കൊരു ആഗ്രഹമില്ലായിരുന്നു. ഇതേ സമയം കാണിക്കുവാണ് നമ്മുടെ ഒരു ഡിസൈനർ സ്റ്റുഡിയോ ഇല്ലായിരുന്നു സിലി, അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ സോങ് വന്നിട്ട് പറയുന്നത് വാലന്റൈൻസ് ഡേ അടുക്കാറായി, അവിടെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് കുറേ ഇത് വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ നമുക്ക് എന്താ പറയുന്നത് കുറേ ഇതാക്കണ്ടേ, ഇനി അധികം ടൈമും ഇല്ല, അപ്പോൾ എന്തോ ചെയ്യും സിലി എന്ന് ചോദിക്കണം. അപ്പോൾ സിലി പറയും ശരിയാ നമുക്കാണെങ്കിൽ ഇനി രാവും പകലും എങ്ങനെയെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്ത് കുറച്ച് ഡിസൈൻസ് ഉണ്ടാക്കി വെച്ചെങ്കിലും പറ്റും, കാരണം ഈ ഒരു ടൈമിൽ അവർക്ക് നല്ല മാർക്കറ്റിംഗ് സീസണാണ്. അപ്പോൾ നമ്മുടെ സോങ് ഒരു ഐഡിയ പറയും നീ ഒരു കാര്യം ചെയ്യും വീട്ടിലിരുന്ന് വർക്ക് ചെയ്യും, ഈ പോക്കും വരവൊക്കെ ആകുമ്പോൾ കുറേ ടൈം വെറുതെ വേസ്റ്റ് ആവത്തില്ല എന്ന് പറയണം. അപ്പോൾ സിലി പറയും വീട്ടിൽ അതിനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തുവാ നമ്മുടെ ഓൾറെഡി അവൻ്റെ ഒരു സ്റ്റഡി റൂമിലായിരുന്നു, അവൻ്റെ ഫേവറേറ്റ് പ്ലേസ് അല്ലേ, അത് മൊത്തം നമ്മുടെ സിലിക്ക് വേണ്ടി അവൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് റെഡിയാക്കി കൊടുത്തേക്കോ ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു സോങ്ങും അതുപോലെ യുവും തമ്മിലുള്ള പ്ലാനിങ് ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കണ്ട് ഭയങ്കര ഹാപ്പി ആവുകയാണ് നമ്മുടെ സിലി. പിറ്റേന്ന് വൈകിട്ട് വന്ന് നമ്മൾ ടീച്ചർ വന്ന് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് രണ്ട് ലവേഴ്സ് ഇങ്ങനെ ഹഗ് ചെയ്ത് അവരെ എൻജോയ് ചെയ്യുന്ന കാണും. അപ്പോൾ സത്യം പറഞ്ഞാൽ അവൾക്കാണെങ്കിൽ സെക്കൻഡ് ഹീറോയുടെ ഓർമ്മയൊക്കെ വരും കേട്ടോ. അപ്പോൾ അവനെ മിസ് ചെയ്ത പോലത്തെ ഒരു അവസ്ഥയല്ല അവള്. അപ്പോൾ അവൾ അവിടെ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാള് സ്ട്രേഞ്ചർ ആൾ വരും. സത്യം പറഞ്ഞാൽ തൊപ്പി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ടീച്ചറുടെ എക്സ് ലവർ ഇല്ല അവനാ. അപ്പോൾ അവൻ വന്ന് നമ്മുടെ ടീച്ചറുടെ അടുത്ത് വന്നിരിക്കുവാണ്. ഇതേ സമയം കാണിക്കുവാണ് സെക്കൻഡ് ഹീറോ ചെന്ന് നമ്മുടെ യുവിൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവനെ വായന്ന് വീഴും കേട്ടോ. യു പറഞ്ഞിട്ടാണ് നമ്മുടെ എന്താ പറയുന്ന ടീച്ചറെ ഇങ്ങനെ ഒഴിവാക്കി നടക്കുന്നതെന്ന്. അപ്പോൾ സിലി പറയേ നിങ്ങൾ ആണുങ്ങൾ കൊള്ളാലേ, ഞങ്ങൾ പെൺപിള്ളേർ ഇത്രയൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു വട്ടം ഓക്കെ അവോയ്ഡ് ചെയ്യുന്ന നോക്കി, ഇത് എപ്പോഴും അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ വിചാരിക്കും, ഞങ്ങൾക്ക് സങ്കടം ആവത്തില്ലെന്ന് പറയും. അപ്പോൾ യു നമ്മുടെ സിലിയെ സപ്പോർട്ട് ചെയ്ത പോലെ പറയും ശരിയാണല്ലോ ഒരു വട്ടമൊക്കെ അവോയ്ഡ് ചെയ്യും, എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ കൊള്ളാമോന്ന്. അപ്പോൾ സെക്കൻഡ് ഹീറോ പറയും നീ പറഞ്ഞത് കേട്ടിട്ടല്ലോടാ ഞാൻ ഈ പണി അങ്ങോട്ട് ചെയ്ത്, ഇപ്പം നിങ്ങൾ രണ്ടും ഒരു കൂട്ടായില്ലേ എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഹീറോ അങ്ങ് പറയുവാണ്. അപ്പോൾ സെക്കൻഡ് ഹീറോ വിചാരിക്കും നാളെ തന്നെ എൻ്റെ ലവറിനെ ഞാൻ പോയി സെറ്റാക്കും നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവൻ റെഡി ആയിട്ടിരിക്കുവാണ്. എക്സ് ലവർ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുന്നത് ടീച്ചർ വന്ന് പറയും ഞാൻ ഇത്രയും കാലം സത്യം പറഞ്ഞ് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത്, നീ വരുമ്പോൾ എനിക്ക് വേറൊരു തരത്തിലുള്ള ഫീലിംഗ് ആയിരിക്കും, ഹാപ്പി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നിനക്ക് വേണ്ടി ഇത്രയും കാലം ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷെ ഇപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ നീയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എക്സ് ലവർ പറയുകയാണ് നിനക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു ബോയ് ഫ്രണ്ട് ആണെന്നുള്ള കാര്യം എനിക്കറിയാം, കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ എന്നെ അന്ന് കാണാൻ വന്നപ്പോൾ എന്നെ കുറേ അവൻ അടിച്ചായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ നിന്നെ ചതിച്ചിട്ട് പോയില്ല, ആ ഒരു പേരും പറഞ്ഞായിരുന്നു അവൻ എന്നെ അടിച്ചത്. അവന് നിന്നെ എത്ര ഇഷ്ടമാണെന്നറിയാവോ. എനിക്ക് തോന്നുന്നു അവൻ ഭയങ്കര ട്രൂ ആയിട്ട് നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് എൻ്റെ അടുത്ത് ഇത്രയും റിസ്ക് എടുത്ത് വരേണ്ട കാര്യമില്ലായിരുന്നു പറയാം. അപ്പോൾ ഇതൊക്കെ കൂടി ആയപ്പോൾ നമ്മുടെ ടീച്ചർക്ക് തോന്നി ദൈവമേ ഞാൻ അത്രയും നല്ലൊരു ചെറുക്കനെയാണോ മിസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവൾ സങ്കടപ്പെട്ട് കരച്ചിലൊക്കെ വന്നിട്ട് അവിടെ നിന്ന് പോവാണ്. പാവം നമ്മുടെ സിലിയായിട്ട് രാത്രി ഉറങ്ങാൻ വരുന്നില്ല കേട്ടോ. അപ്പോൾ യു ആണെങ്കിൽ പാവം അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്യുമല്ലേ, പാതിരാത്രിയായിട്ട് വർക്ക് ചെയ്യില്ല എന്നൊക്കെ വെച്ചിട്ട് അവൻ അവിടെ ഇരുന്ന് നോക്കി ഇവിടെ ഇരുന്ന് നോക്കും. ലാസ്റ്റ് ബോറടിച്ചിട്ട് അവൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾ ഒന്നും കഴിച്ചിട്ടില്ല, അവൾക്ക് ഫുഡ് വാരി കൊടുക്കാൻ പറഞ്ഞിട്ട് ഫുഡും വാരി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇവൾ കിടന്നുറങ്ങാത്ത ഇവൻ കിടന്നുറങ്ങാൻ നോക്കും, എന്നിട്ട് പറ്റത്തില്ല. അപ്പോൾ സിലി ചോദിക്കുകയെ ഒരു ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കും അവൾ. അപ്പോൾ യുവിനോട് ചോദിക്കാതെ ഈ ഡിസൈൻ എത്ര ചെയ്തിട്ടും അങ്ങ് ശരിയാവുന്നില്ല, എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നില്ലെന്ന് പറയും. അപ്പോൾ യു പറയും ഒരു കാര്യം ചെയ്യും നമുക്ക് ചെന്ന് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ ആകുമ്പോൾ ഇൻസ്പിറേഷൻ വരുമെന്ന് പറയും കേട്ടോ. അപ്പോൾ സിലി പറയും അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്കാണെങ്കിൽ അർജൻറ്റായിട്ടുള്ള വർക്കാണ്, ഇത് എങ്ങനെയെങ്കിലും തീർത്തേ പറ്റുമെന്ന് പറഞ്ഞിട്ട് സിലി അവിടെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ യു നിരാശപ്പെട്ട് അവിടെ ഇരിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുവാണ് പിറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ കിൻഡർ ഗാർഡൻ്റെ എന്താ പറയുന്നത് പിന്നെ നമ്മുടെ വർഷം സ്റ്റാർട്ട് ചെയ്യത്തില്ലേ, ജൂൺ 4 സ്റ്റാർട്ട് ചെയ്യത്തില്ലേ ആ ഒരു ടൈം. അപ്പോൾ പ്രിൻസിപ്പാൾ കയറി വന്നിട്ട് കിൻഡർ ഗാർഡനിൽ പറയുവാണ്, സ്റ്റാഫ് റൂമിൽ വന്ന് പറയുവാണ് നമുക്കിങ്ങനെ എന്താ പറയുന്നത് നാളെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ്, അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ ടീച്ചേഴ്സിൽ ആരെങ്കിലും ഒരാൾ ടെഡി ബിയറിൻ്റെ വേഷം ഇട്ടിട്ട് പുതിയതായി വരുന്ന പിള്ളേരെല്ലാം വെൽക്കം ചെയ്യണം എന്ന് പറയണം. അപ്പോൾ ആരും തയ്യാറാകത്തില്ല. അപ്പോൾ ടീച്ചർ പറയും ഞാൻ അങ്ങ് ചെയ്തോളാം, അവൾ ഒന്നാമതേ സാഡില്ല, അപ്പോൾ അവൾ വിചാരിച്ച് ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് മനസ്സൊന്ന് കൂളാക്കാന്ന്. അങ്ങനെ അവളിങ്ങനെ ടെഡി ബിയറൊക്കെ ആയിട്ട് നിൽക്കുവാണ് അന്നത്തെ ദിവസം പിള്ളേരെല്ലാം വെൽക്കം ചെയ്യാൻ. ആ സമയത്ത് ഇവളുടെ ഓപ്പോസിറ്റ് വേറൊരാൾ ടെഡി ബിയർ ആയിട്ട് വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ വാച്ച്മാൻ പറയേ മാഡം ഇവിടെ അടുത്ത് ടീച്ചറുടെ അടുത്ത് പറയും മാഡം അതേ പിള്ളേരെ പിടിക്കാനെങ്ങാണ്ട് ടെഡി ബിയറുടെ വേഷത്തിൽ വന്നെയാന്ന് തോന്നുന്നതെന്ന് പറയുന്ന സമയത്തും നമ്മൾ ടീച്ചർ വിചാരിക്കും ശരി ഇവനിട്ട് ഓടിച്ചേ പറ്റുന്നുള്ളൂ പറഞ്ഞിട്ട്
ഈ ടീച്ചർ അങ്ങ് ചെല്ലുമ്പോൾ ഈ ടെഡി ബിയർ അങ്ങോട്ട് ഓടും. അപ്പോൾ ഇവളും അതിനെ ഫോളോ ചെയ്ത് ഓടി 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 വന്നിട്ട് ലാസ്റ്റ് പിടിച്ചിട്ട് നല്ല 4 അടി കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞ സെക്കൻഡ് ഹീറോ അതിനകത്തുള്ള സെക്കൻഡ് ഹീറോ പറയും, ദൈവമേ എന്നെ അടിച്ച് കൊന്നു കളയില്ല, നിനക്ക് പിന്നെ ബോയ് ഫ്രണ്ട് കാണത്തില്ല, നീ സിംഗിൾ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കിടന്ന് കൂവി വിളിക്കുക. അപ്പോഴാണ് തല ഊരി നോക്കുമ്പോൾ മനസ്സിലാവുന്നത് സെക്കൻഡ് ഹീറോയാണ്. പിന്നെ അവർ ഡ്രസ്സൊക്കെ മാറി വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുക ഉള്ളിലുള്ള കാര്യം മനസ്സിലുള്ള കാര്യം ടീച്ചർ വന്ന് സെക്കൻഡ് ഹീറോയുടെ അടുത്ത് പറയാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ അന്ന് ഉണ്ടായതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഭാഗത്ത് മീൻസ് ടീച്ചറുടെ ഭാഗത്ത് തെറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഴയ കാര്യങ്ങൾ ആലോചിച്ച് ഇപ്പോഴത്തെ എൻ്റെ ലൈഫ് ഞാൻ നശിപ്പിച്ച് നിന്നെ ഞാൻ കുറേ കഷ്ടപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാൽ സോറി ചോദിക്കണം. അപ്പോൾ സെക്കൻഡ് ഹീറോ അവളെ കിസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവൾ തടയും കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഹീറോ പറയും, നീ ഇത്രയായിട്ടും പഠിച്ചില്ലടി എന്ന് പറയുന്ന സമയത്ത് അവൾ പിന്നെ ഓക്കെ ആയിട്ട് പിന്നെ അവർ കിസ് ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുവാണ് നമ്മൾ സോങ്ങും സിലിയും കൂടി സംസാരിക്കുവാണ്. അപ്പോൾ സിരിയുടെ അടുത്ത് സോങ് പറയും, നമ്മൾക്ക് എന്താ പറയുന്നത്, നമുക്ക് ഇച്ചിരി കൂടി അഡ്വർടൈസ് ചെയ്താൽ വാലന്റൈൻസ് ഡേക്ക് നമുക്ക് ഇച്ചിരി കൂടി കസ്റ്റമേഴ്സിനെ കിട്ടുന്നത്. ആ സമയത്താണ് അവർ ന്യൂസ് കാണുന്നത്, നമ്മുടെ ജിൻഷി ഉണ്ടല്ലോ ഇവിടുന്ന് പോകാൻ നിൽക്കുമല്ലേ, ആ ടൈമിൽ അവൾ ഏതൊരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് അവൾ ജയിച്ചു. അപ്പോൾ അവൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഒരു ബാഡ്ജ് പോലത്തെ ഒരു സംഭവമാണ് സത്യം പറഞ്ഞാൽ ജ്വല്ലറി ആയിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് സ്ലീവ്. അപ്പോൾ ആ ഒരു സാധനം ഇട്ടതിൻ്റെ ഭാഗ്യം കൊണ്ടാണ് എന്ത് അവൾ ജയിച്ചതെന്നൊക്കെ പറയണം. അതാണെങ്കിൽ നാട് മൊത്തം ഒരു ന്യൂസ് പോലെ ഭയങ്കര ഇതായി. അപ്പോൾ സോങ് പറയുകയാണേ, ദൈവമേ ഇനി നമ്മൾ അഡ്വർടൈസ്മെൻറ്റിന് കാശ് കളയണ്ടേ, ഇവള് കാരണം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഹെൽപ്പ് ഉണ്ടായല്ലോ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് സന്തോഷിക്കുകയാണ്. അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് വരുമ്പോൾ നമ്മുടെ യുവും സിലിയും കൂടി അവരുടെ അന്നത്തെ കാര്യമെല്ലാം ഷെയർ ചെയ്ത് ഇങ്ങനെ സംസാരിച്ച് എൻജോയ് ചെയ്യുമ്പോൾ യു പറയണം, എനിക്കൊരു ആഗ്രഹമുണ്ട് സാധിച്ചു തരുമെന്ന് ചോദിക്കണം. അപ്പോൾ സിലി ചോദിക്കും എന്തുവാ. അപ്പോൾ യു പറയും, അല്ല നിന്നെ അന്ന് നമ്മുടെ കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചുമ്മാ നമ്മൾ ഒരു രജിസ്റ്റർ മാരേജ് പോലെ നടത്തിയേ, എനിക്ക് നിന്നെ കല്യാണ ഡ്രസ്സിൽ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, അതിന് നമുക്ക് ഇച്ചിരി ഡിസൈനൊക്കെ നോക്കാമെന്ന് പറയാം. അതുപോലെ തന്നെ നമ്മുടെ യു അന്ന് സിലിയുടെ അടുത്ത് പറയും, നമ്മുടെ ഗ്രാൻഡ് പേയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്, അത് നമുക്ക് ഒന്ന് അടിച്ചു പൊളിച്ച് ആഘോഷമാക്കണം. അപ്പോൾ സിലി പറയാം, ഞാൻ വന്നിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഗ്രാൻഡ് പേക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണം, അപ്പോൾ അതിനുള്ള ഡിസൈൻസും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഇവരെ അടിച്ചു പൊളിച്ച് സന്തോഷമായിരിക്കുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.